കരുണ. റഹ്മത്ത് എന്നാൽ കരുണ, കാരുണ്യം, ചേർത്ത് പിടിക്കൽ. റഹ്മത്ത് എന്ന വാക്കിന്റെ അർത്ഥം അതൊരു വിശാലമായ തലമാണ്. തന്റെ സഹജീവികളോട് കാണിക്കുന്ന എല്ലാ ഉപകാരവും, എല്ലാ നന്മകളെയും കരുണ എന്ന് പറയാം. അത് സ്നേഹം കൊണ്ടാവാം, സഹകരണം കൊണ്ടാവാം, സഹജീവികളുടെ ഉപദ്രവത്തിൽ ക്ഷമിക്കൽ കൊണ്ടാവാം, സഹജീവികളെ ഉപദേശിക്കൽ കൊണ്ടാവാം. കാരുണ്യം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളാണ്. അതിന് വിശാലമായ തലമുണ്ട്. എത്രത്തോളം തന്റെ മക്കളെ ചുംബിക്കൽ പോലും കാരുണ്യമാണ് എന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ മടിയിലിരുത്തി ചുംബിച്ചു, താലോലിച്ചു. ആ സമയത്ത് അത് കണ്ടുകൊണ്ടിരുന്ന അഖ്റഉ ഇബ്നു ഹാബിസ് എന്ന സഹാബി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇന്നലീ അശറത്തം മിനൽ വലദി മാ ഖബ്ബൽതു മിൻഹും. നബിയേ, എനിക്ക് 10 മക്കളുണ്ട് നബിയേ, അവരിൽ ആരെയും ഇന്ന് വരെ ഞാൻ ചുംബിച്ചിട്ടില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അല്ലാ യർഹം ലാ യുർഹം. കാരുണ്യം കാണിക്കാത്തവനോട്, കരുണ കാണിക്കാത്തവനോട് അല്ലാഹു കാരുണ്യം ചെയ്യുകയില്ല. കരുണ ചെയ്യുന്നവർക്കാണ് പകരം കാരുണ്യം ലഭിക്കുക. കരുണ ചെയ്യുന്നവർക്കാണ് പകരം കാരുണ്യം ലഭിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി, അതായത് തന്റെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം, ഭാര്യയോട് കാണിക്കുന്ന കരുണ, മക്കളോടുള്ള പെരുമാറ്റം, അയൽവാസിയോടുള്ള പെരുമാറ്റം, തന്റെ സഹജീവികളോട് ഏതെല്ലാം രൂപത്തിൽ എങ്ങനെയൊക്കെ നന്മ പ്രവർത്തിക്കാമോ അതിനൊക്കെയും കരുണ എന്ന പദം യോജിച്ചു നിൽക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ റബ്ബിന്റെ കോടതിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള വലിയ മലമ്പാത, വലിയ പ്രതിരോധം, വലിയ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഏറ്റവും ഉദാത്തമായ 6 മാർഗങ്ങൾ പറഞ്ഞപ്പോ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അതിൽ ഏറ്റവും മുഖ്യമായ സ്ഥാനം കാരുണ്യം കൊണ്ട് ഉപദേശിക്കലാണ്, കരുണ കൊണ്ട് ഉപദേശിക്കലാണെന്ന് പരിശുദ്ധ ഖുർആൻ. കുടുംബജീവിതത്തെ കുറിച്ച് പോലും പരിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്തപ്പോ ആ കുടുംബജീവിതത്തിന്റെ ആണിക്കല്ലായി, ആ കുടുംബജീവിതം നിലനിൽക്കാനുള്ള മാർഗമായി പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് അവർക്കിടയിൽ അല്ലാഹു സ്നേഹത്തെയും കാരുണ്യത്തെയും സംവിധാനിച്ചു എന്നാണ്. കുടുംബജീവിതത്തിന്റെ, ദാമ്പത്തിക ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം സ്നേഹവും കാരുണ്യവുമാണ്. കാരുണ്യം തന്റെ ഇണയെ ചേർത്ത് പിടിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക, പ്രയാസപ്പെടുത്താതിരിക്കുക, നൊമ്പരപ്പെടുത്താതിരിക്കുക. പിന്നെയോ അള്ളാഹു പറഞ്ഞുവല്ലോ, ഉടമയും അടിമയും തമ്മിലുള്ള, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം, അതിന്റെ ആഴം പോലും കാരുണ്യമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. സൃഷ്ടി എത്രത്തോളം മോശത്തിലേക്ക് പോയാലും, ആ സൃഷ്ടി എത്രത്തോളം അധപ്പതനത്തിലേക്ക് പോയാലും, സൃഷ്ടാവിൽ നിന്ന് എത്ര അകന്നു പോയാൽ പോലും സൃഷ്ടാവ് അവനെ അടുപ്പിച്ചു നിർത്തുന്ന ഒരു വചനമുണ്ട്, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. നീ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ഞാൻ പാതകത്തിലാണ്, പാപത്തിലാണ്, തെറ്റിലാണ്, പാപിയായി ഇനി എന്നെ ആർക്കു വേണം? പിഴച്ചുപോയ എന്നെ ഇനി ആർക്കു വേണം? നിന്നെ ആര് തള്ളിപ്പറഞ്ഞാലും, മോനെ, നിന്നെ ആര് തള്ളിപ്പറഞ്ഞാലും, നിന്റെ കൂട്ടുകാരൻ നിന്നെ തള്ളിയാലും, വീട്ടുകാരെ തള്ളിയാലും, കൂടപ്പിറപ്പുകൾ നിന്നെ തള്ളിയാലും, എന്തിനു പറയുന്നു, നിന്നോടൊപ്പം ജീവിക്കുന്നവർ പോലും നിന്നെ തള്ളിപ്പറഞ്ഞാലും സൃഷ്ടാവ് പറയാണ്, നീ പോണ്ട. സൃഷ്ടാവ് നിന്നെ അടുപ്പിക്കുകയാണ്. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. തൗബ എന്ന മഹിതമായ അമല് കൊണ്ട് നിന്റെ ഏത് പാപവും പടച്ചറപ്പ് പുറത്തു തരുന്നു. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. അവിടെയും അല്ലാഹു തആല അങ്ങനെയാ പറഞ്ഞത്. ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ പരസ്പരം സ്നേഹവും സഹായവും സഹകരണവുമാണ് അല്ലാഹു തആല തന്റെ സൃഷ്ടികളെ കാരുണ്യത്തിൽ പൊതിയുന്നത്. അതിനെന്ത് ചെയ്യണം? അതിനെ നമ്മൾ കരുണയെ ആർജിച്ചെടുക്കണം, കാരുണ്യത്തെ ചോദിച്ചു വാങ്ങണം, കാരുണ്യത്തിന് വേണ്ടി റബ്ബിനോട് യാചിക്കണം,
കാരുണ്യം കിട്ടുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ ജീവിതത്തിൽ സജീവമാക്കണം. പരിശുദ്ധ റമദാൻ അതിന്റെ ആദ്യത്തെ 10 വിട പറഞ്ഞങ്ങ് പോകുമ്പോഴേ മനുഷ്യന്റെ ജീവിതത്തിൽ അവസാനം വരെയും അവന് കിട്ടാനുള്ള ഒരു വലിയ എനർജിയാണ് റഹ്മത്ത്. എങ്ങനെ കിട്ടും അത് എന്റെ പ്രിയപ്പെട്ടവരെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇർഹമൂ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിന്റെ മുമ്പിലുള്ളവരോട് നിനക്ക് കരുണ കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ റബ്ബിനോട് കരുണയെ പ്രതീക്ഷിക്കണ്ട. നിന്റെ കൂടെ ജീവിക്കുന്നവരോട് കരുണയോടെ പെരുമാറാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സൃഷ്ടാവായ റബ്ബിൽ നിന്ന് നീ കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല. നമുക്കൊക്കെയും അല്ലാഹുവിന്റെ കാരുണ്യം വേണം. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കരുണ തരണേ എന്ന് നീ അല്ലാഹുവിനോട് കണ്ടമിടറി കരുണയ്ക്ക് വേണ്ടി സദാനേരവും പ്രാർത്ഥിക്കുമ്പോഴും അല്ലാഹ് നിന്നോട് പറയാ, എന്റെ കരുണ നിനക്ക് ലഭിക്കും, നിന്റെ കരുണ നീ നിന്റെ സഹജീവികളോട് കാണിക്കുകയെന്ന്. ഈ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായ ഒരു വലിയ രംഗമുണ്ടല്ലോ. ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റിയിലെ ഒരു മൃഗശാലയിലെ ഒരു കുട്ടിക്കുരങ്ങൻ. ആ കുട്ടിക്കുരങ്ങന്റെ പേര് പഞ്ച് എന്നാണ് ലോകം വിളിച്ചത്. പഞ്ച് എന്ന് പറയുന്ന കുട്ടിക്കുരങ്ങൻ തന്റെ അമ്മയിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഗണന, ആ അവഗണനയെ അതിജീവിക്കാൻ ആ കുട്ടിക്കുരങ്ങ്, ആ കുഞ്ഞു കുരങ്ങൻ ഒരു പാവയെ അഭിപ്രാപിച്ചു എന്നാണ്. ആ കുട്ടിക്കുരങ്ങൻ തന്റെ അവഗണന, തന്റെ അമ്മ തന്നെ പ്രസവിച്ച, തന്നെ പോറ്റിയ തന്റെ അമ്മയും തന്റെ കൂടപ്പിറപ്പുകളും ക്രൂരമായി മർദ്ദിച്ച് അകറ്റി വലിച്ചെറിയുമ്പോഴും ആ കുഞ്ഞു കുരങ്ങൻ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മയുടെ ചൂട് തേടി അടുത്തു ചെല്ലുമ്പോ അമ്മ ക്രൂരമായി മർദ്ദിക്കുകയാണ്, വലിച്ചെറിയുകയാണ് ആ കുഞ്ഞു കുരങ്ങൻ അവസാനം അഭയം പ്രാപിച്ചത്, തന്നെ അവഗണിച്ചവരുടെ മുമ്പിൽ നിന്ന് തനിക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി ആ കുഞ്ഞു കുരങ്ങ് അഭയം പ്രാപിച്ചത് ജീവനില്ലാത്ത ഒരു പാവയെ കെട്ടിപ്പുണർന്നാണ്. പക്ഷെ അത് ലോകം മുഴുവനും സഹതാപത്തിന്റെ തരംഗത്തിൽ അലയടിച്ചു. ലോകം മുഴുവനും പഞ്ച് എന്ന് പറയുന്ന ആ കുരങ്ങന്റെ ജീവിതത്തെ വല്ലാത്തൊരു മാറ്റത്തിലേക്ക്, ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. ശരിയാണത്, കൃത്യമാണ്. ഞാൻ ഈ പഞ്ച് എന്ന് പറയുന്ന ആ കുരങ്ങന്റെ ചിത്രവും ആ സംഭവവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ അതിനേക്കാൾ കൂടുതൽ ഓടി വന്ന മറ്റൊരു കാര്യമാണ്. എടോ, ഈ ലോകത്ത് മനുഷ്യനേക്കാൾ കൂടുതൽ, മനുഷ്യനോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന മനുഷ്യൻ മൃഗത്തോട് കാണിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലായത്. കാരണം ഒരു മൃഗശാലയിലെ പഞ്ച് എന്ന് പറയുന്ന ഒരു കുട്ടിക്കുരങ്ങൻ നേരിട്ട അവഗണന ലോകം മുഴുവനും ചർച്ചയായെങ്കിൽ അങ്ങനെ ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട മക്കള് അല്ലാഹുവേ, ഇന്നലെ വരെ പാർത്തിരുന്ന, കളിച്ചിരുന്ന, സമാധാനത്തോടെ ജീവിച്ചിരുന്ന അവരുടെ കുടിലുകൾക്കുള്ളിൽ നിന്ന്, അവരുടെ ഭവനങ്ങൾക്കുള്ളിൽ നിന്ന് നരാധമന്മാർ കൊടുത്തുവിട്ട മിസൈലിൽ തകർന്നുപോയ ജീവിതങ്ങൾ, അല്ലാഹുവേ, എത്ര കുഞ്ഞു മക്കളാണ് തെരുവിലൂടെ അലഞ്ഞു നടന്നത്. അക്കൂട്ടത്തിൽ ഒരു കുഞ്ഞ് തന്റെ കളിപ്പാവയെ ചേർത്ത് പിടിച്ചിട്ട് തന്നെ ഇന്നലെ വരെ സംരക്ഷിച്ചിരുന്ന, തന്നെ ഇന്നലെ വരെ പോറ്റിയിരുന്ന തന്റെ ഉമ്മയെ അന്വേഷിക്കുന്നുണ്ട് തെരുവില്, തന്റെ വാപ്പയെ അന്വേഷിക്കുന്നുണ്ട് തെരുവില്. എത്ര ചർച്ച ചെയ്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു കുരങ്ങൻ നേരിട്ട അവഗണന ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചിട്ട് പോലും ഗസയിലെ പാവപ്പെട്ട മക്കൾ അനുഭവിക്കുന്ന അവഗണനയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്? അല്ലാഹുവേ, ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നു, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിന്റെ സഹജീവികളോട് നീ കാണിക്കുന്ന കരുണയാണ് നിന്റെ മേൽ അല്ലാഹു കാണിക്കുന്ന കരുണയുടെ അടിസ്ഥാനമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്